ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ SCERT ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓണം എക്സാമിൻ്റെ. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവരുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് വീഡിയോയും മലയാളം വീഡിയോയും കൂടെ ഒരുമിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ 3 പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ പിക്ചറിന് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു, യൂസ്ഡ് റഫ് സ്റ്റോൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 ചിത്രം കൂടെ അവിടെ ഉണ്ട്. അവരെന്താന്ന്, ഒന്ന് കൃഷി ചെയ്യുന്നതും മറ്റൊന്ന് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളതുമാണ് അല്ലേ. ഇനി ഇതിലെ ചോദ്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് ശിലായുഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം റിലേറ്റഡ് ടു സ്റ്റോൺ ഏജ്. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു എന്നുള്ളത്. യൂസ്ഡ് റഫ് സ്റ്റോൺസ്, അത് പാലിയോളിത്തിക് ഏജിലാണ്, അഥവാ പ്രാചീന ശിലായുഗത്തിലാണ്. രണ്ടാമതായിട്ട് വരുന്നത് നവീന ശിലായുഗത്തിലാണ്, അഥവാ മെസോളിത്തിക് ഏജിലാണ്. അവിടെ എന്താ സംഭവിച്ചത്, അവിടെ കൃഷി ആരംഭിക്കുകയാണ് ചെയ്തത് അല്ലേ. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമതെന്ന് പറയുന്നത് മധ്യശിലായുഗമാണ്, അഥവാ നിയോളിത്തിക് ഏജാണ്. അവിടെ മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങൾ ആക്കി എന്നുള്ളതാണ്. എനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. ഇനി ഇതിലെ ബി ചോദ്യമാണ്, കൃഷിയുടെ ആരംഭം മനുഷ്യജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി, സമർത്ഥിക്കുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർക്കുണ്ടായത്? കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായിട്ട് വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. As humans started farming, it too became necessary for them to settle near the farmlands. They settled near their farms to maintain the crops, protect the fields from wild animals and to care for their domesticated animals. അപ്പോൾ കൃഷി ആരംഭിച്ചതോട് കൂടിയിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ വന്യജീവികളൊക്കെ വന്നിട്ട് ആ കൃഷിയൊക്കെ നശിപ്പിക്കും അല്ലേ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. മാത്രമല്ല അവരുടെ മൃഗങ്ങളൊക്കെ സംരക്ഷിക്കാനും അവർക്ക് സാധിച്ചു. അപ്പോൾ എല്ലാവരും ഒരേ ഭാഗത്ത് തന്നെ പിന്നീട് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഒരു ടൗൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു വില്ലേജ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി അടുത്തത് രണ്ടാമത്തേതാണ്. ഹോമോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യവർഗ്ഗങ്ങളുടെ സവിശേഷതകളാണ് തന്നിട്ടുള്ളത്. മനുഷ്യവർഗത്തെ തിരിച്ചറിഞ്ഞ് പേര് നൽകുക. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ് ഇൻ ഹോമോ ഗ്രൂപ്പ് ആർ ലിസ്റ്റഡ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഹ്യൂമൻ സ്പീഷീസ് ഫ്രം ദ ഗിവൺ ഹിൻസ്. അപ്പോൾ ഓരോന്ന് വായിക്കുക, ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പേര് കിട്ടുന്നതാണ്. ഫസ്റ്റ് വൺ, ബുദ്ധിയുള്ള മനുഷ്യർ എന്നുള്ളതാണ്. ദ വൈസ് ഓർ തിങ്കിങ് മാൻ, അതാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഹോമോ സാപ്പിയൻസ് മലയാളത്തിലും ഇത് തന്നെയാണ് പറയുക, അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തേത് ഉപകരണ നിർമ്മാതാക്കളാണ്, ടൂൾ മേക്കേഴ്സ് ആണ്. അവരെ നമ്മൾ ഹോമോ ഹാപ്പിസ് എന്നാണ് പറയുന്നത്, ഹോമോ ഹാപ്ലിസ്. ഇനി മൂന്നാമത്തേത് നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ, ദ അപ്രൈറ്റ് ഹ്യൂമൻസ് എന്നുള്ളതാണ്. നിവർന്നു നിൽക്കുന്ന മനുഷ്യനെ പറയുന്നത് ഹോമോ ഇറക്റ്റസ് എന്നുള്ളതാണ്, ഹോമോ ഇറക്റ്റസ്. ഓക്കെ. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം കണ്ടെത്തി എഴുതുക. റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ എവല്യൂഷൻ. ഒന്നാമത്തേത്, സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ ബിഗെയിൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മമ്മൽസ്. അതെന്താണ്, ശരിയായിട്ടുള്ളതാണ്. പ്രൈമേറ്റുകളിൽ നിന്ന് തന്നെയാണ് മനുഷ്യന് പരിണാമം ആരംഭിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. ബി, ഹോമിനിഡുകളിൽ നിന്ന് പരിണമിച്ചാണ് ഹോമിനോയിഡുകൾ രൂപപ്പെട്ടത്. അങ്ങനെയല്ല, ഹോമിനോയിഡിൽ നിന്ന് പരിണമിച്ചാണ് ഹോമിനിഡുകൾ ഉണ്ടായത്. അപ്പോൾ അത് തെറ്റാണ്. സി, ഹോമിനോയിഡ്സ് ഇവോൾവ് ഫ്രം ഹോമിനിഡ്സ്. സി ആണ്, ഹോമോയുടെ ഉപവിഭാഗമാണ് ആസ്ട്രലോപിത്തേക്കസ്. ആസ്ട്രലോപിത്തേക്കസ് ഈസ് ദ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമോ. ഹോമോയുടെ സബ് ഗ്രൂപ്പല്ല. ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറയുന്നത് ഹോമിനിഡുകളുടെ സബ് ഗ്രൂപ്പാണ്. അപ്പോൾ അതും തെറ്റാണ്. ഡി, ആധുനിക മനുഷ്യൻ്റെ വർഗ്ഗമാണ് ഹോമോ ഹാപ്പിലസ്. ഹോമോ ഹാപ്പിലിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മോഡേൺ മാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഹോമോ സാപ്പിയൻസ് ആണ് നമ്മുടെ മോഡേൺ മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ എന്നുള്ളത് തന്നെയാണ്. ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ സി ചോദ്യമാണ്, മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ ഏത് ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചത്? ഇൻ വിച്ച് ബുക്ക് ഡിഡ് ചാൾസ് ഡാർവിൻ പ്രസൻറ്റ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ? ഓപ്ഷൻ എ
The power of movement in plants. Option B, on the origin of species. Option C, the life on the earth. Option D, origin of life. ഇതിൽ ഏതിലാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിലാണ് പറയുന്നത്. ഇനി ഇതിലെ എ ചോദ്യമാണ് അടുത്ത സെക്ഷനിലെ എ ആണ്. അനുയോജ്യമായവ കണ്ടെത്തി യോജിപ്പിച്ച് എഴുതുക. മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബിളി. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പോപ്പുലേഷൻ, ഗവൺമെൻറ്, സോവറിനിറ്റി, ടെറിറ്ററി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഇതിൽ നിന്നും വായിച്ച് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന്, ഒരു രാജ്യത്തിൻ്റെ കര, ജല, വായു, തീരദേശ മേഖലകൾ രാഷ്ട്ര രൂപീകരണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ദ ലാൻഡ് ഏരിയ, ദ വാട്ടർ ബോഡീസ്, ദ എയർ സ്പേസ് ആൻഡ് ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് എ കൺട്രി ദാറ്റ് കം അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ. അതിനെന്താണ് നമ്മൾ പറയുന്നത്? അതിനാണ് നമ്മളൊരു ടെറിറ്ററി അല്ലെങ്കിൽ ഭൂപ്രദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരം. The supreme power of the state to take decisions without being subjected to external interventions or pressure. അതിന് നമ്മൾ പറയുന്നതാണ് സോവറിനിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആൻ ഏജൻസി ടു ഫോം ആൻഡ് എക്സ്പ്രസ് പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ലാസ്റ്റ് വൺ, പരസ്പരാശ്രയത്വം, പൊതു താൽപ്പര്യാർത്ഥം, പൊതുബോധം എന്നിവയാൽ ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങൾ. പീപ്പിൾ സ്റ്റേ ടുഗെദർ വിത്ത് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം എന്ന് പറയുന്നത് തന്നിരിക്കുന്നവയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡസൻ ബിലോങ് ടു പെക്യുലാരിറ്റീസ് ഓഫ് എ ഗവൺമെൻറ്? ഏതാണ്? ഓപ്ഷൻ എ, രാഷ്ട്രത്തിൻ്റെ ഘടകമാണ്. ശരിയാണല്ലേ. കോമ്പണൻസ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ ഒരു കോമ്പണൻസ് തന്നെയാണ് എന്ത് പറയുന്നത്? ഗവൺമെൻറ് എന്ന് പറയുന്നത്. കൂടാതെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അതും കറക്റ്റാണ്. ഒരു സ്ഥിര സ്ഥാപനമാണ്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു പെർമനൻ്റ് ആണോ? അല്ല. ഗവൺമെൻറ് ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും. Then sovereignty is executed through this agency. പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. അതും ശരിയാണ്. അപ്പോൾ ഇതിലെ പ്രത്യേകതയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ഒരു സ്ഥിര സ്ഥാപനം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ്. ഇത് ഒരിക്കലും പെർമനൻ്റ് അല്ല. രാഷ്ട്രമാണെങ്കിൽ പെർമനൻ്റ് ആണ്, ഗവൺമെൻറ് പെർമനൻ്റ് അല്ല. ഇനി ഇതിലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമുക്കറിയാം 3 ഘടകങ്ങളാണുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി അഥവാ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. റൈറ്റ് നോട്ട് എനി വൺ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് ജുഡീഷ്യറിയെ കുറിച്ച് എഴുതാം. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളെ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ദ ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ലോസ്, റിസോൾവ്സ്, ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് പണിഷസ് ദ ഒഫൻഡേഴ്സ് വെൻ ദ ലെജിസ്ലേറ്റർ മേക്ക് ദ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ട് ഇറ്റ്. The disputes that arise during these process are solved by judiciary. Okay. ഇനി അടുത്ത ചോദ്യം നോക്കാം. 5A ആണ്. അതിൽ എ ചോദ്യം, ചിത്രം നിരീക്ഷിച്ച് ആശയപടം പൂർത്തിയാക്കുക. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ്. ഇവിടെ എന്താണ് കോൺസെപ്റ്റ് മാപ്പിലുള്ളത്? നമ്മുടെ പ്രധാന അക്ഷാംശ രേഖകളാണുള്ളത് അല്ലേ? അപ്പോൾ അത് ഓരോന്നും ചിലത് അവിടെ കൊടുത്തിട്ടുണ്ട്, ചിലത് മിസ്സിംഗ് ആണ്. അത് നമുക്ക് എഴുതി നോക്കാം. അവിടെ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഉത്തര ധ്രുവം എന്ന് പറയുന്നത്, നോർത്ത് പോൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി നോർത്താണ്, അഥവാ 90 ഡിഗ്രി വടക്കാണ്. ഇനി ഒന്നാമതായിട്ട് അവിടെ എഴുതേണ്ടത് ഭൂമധ്യരേഖ, ഇക്വേറ്റർ എന്ന് പറയുന്നത് എവിടെയാണ്? 0 ഡിഗ്രിയിലാണ് അല്ലേ? 0 ഡിഗ്രിയിലാണ്. രണ്ടാമത്തത് ആർട്ടിക് വൃത്തമാണ്, ആർട്ടിക് സർക്കിളാണ്. എവിടെയാണുള്ളത്? ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66.5 ആണ്. ഓക്കെ, 66 ഡിഗ്രി വടക്കാണ്, നോർത്താണുള്ളത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ദക്ഷിണായന രേഖയാണ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അതെവിടെയാണ്? 23.5 ഡിഗ്രി തെക്കാണുള്ളത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നാലാമത്തേത് അന്റാർട്ടിക് വൃത്തമാണ്, 66 ഡിഗ്രി തെക്കാണുള്ളത്. ഓക്കെ, അഥവാ അന്റാർട്ടിക് വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്റാർട്ടിക് സർക്കിളാണുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളവിടെ കറക്റ്റായിട്ട് എഴുതേണ്ടത്. ഓരോന്നും ഏത് ഡിഗ്രിയിലാണെന്നുള്ളത് ഡിഗ്രി അളവ് കറക്റ്റായിട്ട് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി.
ഇനി ഇതിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ബി ആണ്. നൽകിയിരിക്കുന്നവയിൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ മാത്രം ഉൾപ്പെട്ട ഭൂഖണ്ഡം കണ്ടെത്തി എഴുതുക. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ കോണ്ടിനെന്റ് ദാറ്റ് ബിലോങ്സ് ഓൺലി ഇൻ സദേൺ ഹെമിസ്ഫിയർ ഫ്രം ദ ഓപ്ഷൻസ്. ഏതാണ്? ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. ഇതിൽ സദേൺ ഹെമിസ്ഫിയറിലുള്ളത് ഓസ്ട്രേലിയ മാത്രമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീസിലെ ഏതൻസിലാണ്. ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ്. അന്നത്തെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? വാട്ട് വേർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്? എന്തൊക്കെയായിരുന്നു? ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏതൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. ഏതൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.